എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നെനിക്കറിയില്ല. അതായത് കേരളത്തിൽ എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്നു. 2020 വരെ കേരളത്തിലെ എയ്ഡ്സ് രോഗികളുടെ വർധന വളരെ പതുക്കെയായിരുന്നു. എന്നാൽ 2020 ശേഷം എയ്ഡ്സ് രോഗികളുടെ വർധന ഗണ്യമായി വർദ്ധിക്കുന്നു. ഇതേക്കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ പറയുന്നത്, ഒന്ന്, മയക്കുമരുന്നിന്റെ ഉപയോഗം. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് പലരിലും കുത്തിവെക്കുന്നത് മൂലം എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ വർദ്ധിക്കുന്നു. രണ്ടാമതായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വവർഗ ലൈംഗികത. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലാണ് ഇത് കൂടി വരുന്നത്. ഇത്തരം ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സിന്റെ വ്യാപനം വർദ്ധിക്കുന്നു. സ്വവർഗരീതിക്കാരിൽ ഉണ്ടാകുന്ന അപകടം പിടിച്ച ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് സ്വവർഗാനുരാഗം ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീം കോടതി ഉത്തരവൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഇങ്ങനെയുള്ളവരെ സമൂഹം ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. സമൂഹത്തിൽ നിന്നുള്ള അവഗണനകളും കുറ്റപ്പെടുത്തലുകളും പലപ്പോഴും ഇവരുടെ മാനസിക നിലയെ വളരെ മോശമായ അവസ്ഥയിൽ തന്നെ ബാധിക്കുന്നു. ഇവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും മറ്റും ഇവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതും ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറുന്നതിനും കാരണമാവുന്നു. പലപ്പോഴും പല വിധത്തിലുള്ള ഉത്കണ്ഠ ഇവരെ ബാധിച്ചുകൊണ്ടേയിരിക്കും. തങ്ങളുടെ ഇടത്തിൽ പോലും തങ്ങൾ സുരക്ഷിതരല്ലെന്നുള്ള ബോധം ഇവരെ വേട്ടയാടും. സാധാരണ പങ്കാളിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഇവരെ ബാധിക്കുന്നു. എന്നാൽ ഇവരെ ഇതൊക്കെ കുറച്ച് കൂടുതൽ ബാധിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സംശയരോഗമാണ് ഇതിൽ ഒന്നാമതായിട്ട്. എന്നാൽ എല്ലാ പങ്കാളികളും ഇത്തരത്തിൽ ഉള്ളവരാകണമെന്നും ഇല്ല. പലപ്പോഴും വിഷാദ രോഗം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് സ്വവർഗാനുരാഗികൾ. ഇഷ്ടപ്പെട്ട പങ്കാളിക്കൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഇവരെ വളരെയധികം ബാധിക്കുന്നു. ഇതെല്ലാം പലപ്പോഴും ഡിപ്രഷന്റെ അങ്ങേയറ്റത്തേക്ക് ഇവരെ എത്തിക്കുന്നു. അമിതമായിട്ടുണ്ടാകുന്ന ഡിപ്രഷനിലൂടെ ഇവർ പല രോഗങ്ങൾക്കും തുടക്കം കുറിക്കുന്നു. പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പല വിധത്തിലുള്ള രോഗങ്ങൾ ഇവരെ ബാധിക്കുന്നു. പല പങ്കാളിയോടുള്ള താല്പര്യം കാരണം ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് മുമ്പ് പറഞ്ഞതുപോലെ എയ്ഡ്സ്, ഇൻഫെക്ഷൻ, ഹെർപ്പിസ് തുടങ്ങിയ രോഗങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് എന്ന കാര്യം ഇവർ അറിയുന്നില്ല. സ്വവർഗാനുരാഗികളിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും പഠനം പറയുന്നു. രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയും ഇത് പകരാനുള്ള സാധ്യത ഒരിക്കലും അവഗണിക്കരുത്. അതുകൊണ്ട് ഏത് ബന്ധമാണെങ്കിലും സുരക്ഷിത മാർഗങ്ങൾ അവലംബിച്ചിരിക്കണം. സ്വവർഗാനുരാഗികളെ മാത്രമേ ഇത്തരം രോഗങ്ങൾ ബാധിക്കുകയുള്ളൂ എന്നുള്ള ധാരണയൊന്നും വേണ്ട കേട്ടോ. എല്ലാവരെയും ഒരുപോലെ ഭീഷണിയിലാക്കുന്ന രോഗം തന്നെയാണ് ഇതൊക്കെ. മലദ്വാരത്തിലെ ക്യാൻസറിനുള്ള സാധ്യതയും സ്വവർഗരീതിക്കാരിൽ തള്ളിക്കളയാനാവില്ല. കണ്ടെത്താൻ വളരെയധികം പ്രയാസം നേരിടുന്ന തരത്തിലുള്ള ഒരു ക്യാൻസർ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിലൂടെയെല്ലാം പുറത്തേക്ക് വരുന്നത് സ്വവർഗരീതിക്കാരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. സാധാരണ ലൈംഗിക ബന്ധത്തിൽ എന്ന പോലെ തന്നെ സ്വവർഗാനുരാഗികളിലും ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ അവബോധം ആവശ്യമാണ്. അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളുടെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. പുരുഷനായാലും സ്ത്രീ ആയാലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഇല്ലെങ്കിൽ ആരോഗ്യത്തിന് വളരെയധികം ഭീഷണിയായി മാറുന്നു. ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ എപ്പോഴും സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കുക. കോണ്ടം പോലെയുള്ളവ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല മറ്റ് സാംക്രമിക രോഗങ്ങൾ പകരാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റു വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.